അപ്പോൾ നമുക്ക് 2-3 ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും നമ്മൾ പറയണമല്ലോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് പ്രപ്പോർഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. തേർഡ് പ്രപ്പോർഷൻ, മൂന്നാം അനുപാതം. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് പാർട്ടും കണ്ടുപിടിക്കും, സെക്കൻഡ് പാർട്ടും കണ്ടുപിടിക്കും, തേർഡ് പാർട്ടും കണ്ടുപിടിക്കും അല്ലേ. ഹായ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള റേഷ്യോസിനെ പറ്റി ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെങ്കിൽ റേഷ്യോസ് കമ്പൈൻ ചെയ്യാൻ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഫ്രാക്ഷൻസും റേഷ്യോയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതല്ലാതെയുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് കോയിൻ്റ്, അതായത് നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കാം, നമുക്കിവിടെ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് 1/3 1/2 3/5 എന്നാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഈക്വൽ റേഷ്യോ. ഈ കാണുന്നതിന് തുല്യമായിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം, അംശബന്ധം കണ്ടുപിടിക്കണം എന്നാണ്. ഇതിന് തുല്യമായിട്ടുള്ള അംശബന്ധം. ഇത് ഓൾറെഡി എന്താണ് 1/3 1/2 3/5 എന്ന് പറയുന്നത് അംശബന്ധത്തിലാണ് ഇരിക്കുന്നത് അല്ലേ, ഒരു റേഷ്യോയിലാണ് ഇരിക്കുന്നത്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2-3 മെത്തേഡുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ, ഈ 1/3 അതുപോലെ തന്നെ 1/2 അതുപോലെ തന്നെ 3/5, ഇങ്ങനെ 3 ഫ്രാക്ഷൻസ് ഇല്ലേ, ഈ 3 ഫ്രാക്ഷൻ്റെ LCM എടുക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് ആദ്യം പറയാം, അത് കഴിഞ്ഞ് ഞാൻ എന്തിലേക്ക് പോവാം, ഷോർട്ട് കട്ടിലേക്കും പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുക. എന്താണ് 3, 2, 5. ഡിനോമിനേറ്റർ ഛേദത്തിൻ്റെ എന്തെടുക്കുക, LCM എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമ്മളിവിടെ ഛേദം ആരൊക്കെയാ, 3, 2, 5 അല്ലേ. 3, 2, 5 LCM എടുക്കുക. 3, 2, 5 പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് എന്താണ് പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ അതും കൂടെ 3 കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 × 2 6 ആണ്, 6 × 5 30 ഇവിടുത്തെ LCM ആയിട്ട് വരുന്നത്. ഇനി അപ്പോൾ LCM എടുത്തു. ആദ്യം എന്തിൻ്റെ എടുത്തു, ഈ കാണുന്ന 5-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും എന്തെടുത്തു, LCM ആയിട്ടുള്ള 30 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ, ഈ തന്നിരിക്കുന്ന LCM, നമുക്ക് കിട്ടിയ LCM കൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെയും നമ്മൾ ഗുണിക്കുക കേട്ടോ, ഓരോ ഫ്രാക്ഷനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ഓരോ ഫ്രാക്ഷനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്കിതിനെ ലീസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. 3 × 30 ചെയ്യുമ്പോൾ നമുക്കിവിടെ 10 വന്നു, ഇവിടെ നമുക്ക് 15 വന്നു, ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 6 വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 10:15 ഇവിടെ എത്രയാണ് ഉള്ളത്, 6 × 3 ആണ്, 6 × 3 18 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ എന്തുവാ, 10:15:18 എന്നാണ് വന്നത്. വേറെ നമ്പർ ഉണ്ടോന്ന് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതാണ് എന്തിന് തുല്യമായിട്ടുള്ളത്, ഇതിന് തുല്യമായ അംശബന്ധം. നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത്, നമ്മൾ LCM കണ്ടുപിടിച്ചിട്ട് ആ LCM കൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെയും നമ്മൾ എന്ത് ചെയ്തു, ഗുണിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇതാണ് ഈക്വൽ റേഷ്യോ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, ഈക്വൽ റേഷ്യോ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ പോകുന്നു. മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഇതിന് മറ്റൊരു സ്റ്റെപ്പ് കൂടി പറയാം. എന്താണ്, ഈ കാണുന്ന മെത്തേഡൊന്നും അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ, ഷോർട്ട് കട്ടായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LCM എടുക്കാൻ ബുദ്ധിമുട്ടാണ്, LCM എടുക്കാൻ ഇച്ചിരി എനിക്ക് പാടാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ളവരെന്ത് ചെയ്യുക, ഞാനിതാ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ഈ കാണുന്ന ഛേദങ്ങളെല്ലാം കൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെയും ഗുണിക്കുക. എങ്ങനെയായിരിക്കും, 3 × 2 × 5 × 1/3 കണ്ടോ. ഇനി ഈസ് 2, അടുത്തത് 3 × 2 × 5 × എന്ത്
1/2 1/2 ഈസ് ടു 3 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു എന്ത് 3/5 3/5. ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാനൊരു ഷോർട്ട് കട്ടിലേക്ക് നിങ്ങളെ എത്തിക്കും. ഈ സ്റ്റെപ്പിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ഷോർട്ട് കട്ടിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്നത്. ഈ 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി. ഈ 5ഉം 5ഉം നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റി. ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് നമുക്ക് കിട്ടുന്നത്? 10:15:6 18 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നോക്ക്, ഇത് ഫുൾ എഴുതാതെ, മുഴുവൻ എഴുതാതെ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ നമുക്ക്, ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നോക്കൂ, ആദ്യത്തെ ഫ്രാക്ഷൻ നമ്മൾ 1/3 അതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ, ആ 1/3യുടെ ഡിനോമിനേറ്റർ, ഞാൻ പറയുന്ന ഷോർട്ട് കട്ട് മനസ്സിലാക്കുക. ഷോർട്ട് കട്ട് മനസ്സിലാവാത്തവർ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോബ്ലം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. ഇതിന്റെ ഷോർട്ട് കട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. എന്ത് ചെയ്യുന്നു? 1/3യുടെ 3നെ ഒഴിവാക്കുക. ആ ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദം ഡിനോമിനേറ്ററിനെ ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഈ ന്യൂമറേറ്റർ എഴുതി 1, ബാക്കിയുള്ള 2 ഡിനോമിനേറ്റർ ഇൻറ്റു 2 ഇൻറ്റു 5 ഈസ്റ്റ് ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തതിനെ ഒഴിവാക്കുക? ഡിനോമിനേറ്റർ, രണ്ടാമത്തതിന്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഒഴിവാക്കുക. രണ്ടാമത്തെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഏതാണ്? ഇവിടെ 1 ഉണ്ട്, അതിന്റെ ന്യൂമറേറ്റർ ആയിട്ടുള്ള 1 ഉണ്ട്. ബാക്കി 2 ഡിനോമിനേറ്റേഴ്സ് 3 ഇൻറ്റു 5 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടി. ഓക്കെ, അടുത്തത് ഇതിന്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഒഴിവാക്കുക. 3/5ന്റെ ഡിനോമിനേറ്ററിനെ ഒഴിവാക്കുക. ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു ഇവിടെ ഉള്ളത് 3 ഇൻറ്റു 2 ആണല്ലേ. എന്ത് എഴുതി? 3 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. എത്രയെന്ന് കിട്ടി? 10:15 എത്രയാണ്? 18 എന്ന് കിട്ടി. എന്താ ചെയ്തത്? ഏത് ഫ്രാക്ഷനാണോ എടുക്കുന്നത് അതിന്റെ ഡിനോമിനേറ്റർ ഒഴികെ അതിന്റെ ന്യൂമറേറ്റർ എടുക്കുക. ആ ന്യൂമറേറ്റർ ഇൻറ്റു ബാക്കി 2 ഡിനോമിനേറ്റേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ട് വേണം എന്നുള്ളവർക്ക് ഷോർട്ട് കട്ട് പഠിക്കാം. ഇല്ല LCM മെത്തേഡ് പഠിക്കാം എന്നുള്ളവർക്ക് LCM മെത്തേഡ് പഠിക്കാം. അതല്ല ഇത് മൊത്തം എഴുതി നമുക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കാം. ഇഫ് ₹825 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. അപ്പോൾ 825 എന്ന് പറയുന്നതിനെ എന്ത് ചെയ്തു? ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇൻ എ പ്രപ്പോർഷൻ ഓഫ് 1/3 ഈസ് ടു 4/9 ഈസ് ടു 3/4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി, എങ്കിൽ ഒന്നാമത്തെ പാർട്ട് എത്രയെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ നോക്കണം, നമുക്ക് തന്നിരിക്കുന്ന ഈ റേഷ്യോയെ എങ്ങനെ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 825നെ തന്നിരിക്കുന്ന റേഷ്യോ കണ്ടല്ലോ, 3-1, 9-4, 4-3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഫ്രാക്ഷനിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫ്രാക്ഷനിൽ കിടന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫ്രാക്ഷനിലുള്ള റേഷ്യോയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്ത് റേഷ്യോയിലാക്കി മാറ്റണം? നമ്പർ റേഷ്യോയിലായിട്ട് നമ്മൾ ഇതിനെ മാറ്റണം. അപ്പോൾ നമ്പർ റേഷ്യോയിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ ആ ഷോർട്ട് കട്ട് മാത്രമാണ് എഴുതുന്നത്. LCM മെത്തേഡ് ഒന്നും ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഷോർട്ട് കട്ട് മെത്തേഡാണ് എഴുതാൻ പോകുന്നത്. എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ഈസ് ടു 4/9 ഈസ് ടു 3/4 ആണ്. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞാനിതിനെ കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാമേ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒഴികെ ബാക്കിയുള്ള നമ്പേഴ്സ് 1 ഇൻറ്റു 9 ഇൻറ്റു 4 എഴുതി ഈസ് ടു. അടുത്തത് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒഴികെ ബാക്കിയുള്ളത് എന്താണ്? 3, 4, 4 അല്ലേ. 3 ഇൻറ്റു 4 ഇൻറ്റു 4 എഴുതി ഈസ് ടു. ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒഴികെ ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 3 ഇൻറ്റു 9 ഇൻറ്റു 3 അല്ലേ. 9 ഇൻറ്റു 3. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നോക്കൂ, എനിക്ക് ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 ആയി മാറും. ഓക്കെ, ദെൻ ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാൻ പറ്റും. ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ഇനി ഏതെങ്കിലും നമ്പർ കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് 3 ഇല്ല ക്യാൻസൽ ചെയ്യാൻ അല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3, 4, 12 12 ഈസ് ടു 4, 16 16 ഈസ് ടു
9×3 27. ഇതാണ് നമ്മുടെ റേഷ്യോ. കോമൺ നമ്പർ ഒരെണ്ണം കൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 825 എന്ന് പറയുന്ന കാശിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 825 എന്ന് പറയുന്നത് മൊത്തം കാശാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി, ഫസ്റ്റ് പാർട്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 യൂണിറ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് കണ്ടുപിടിക്കും, നമ്മളിവിടെ ഫസ്റ്റ് പാർട്ടും കണ്ടുപിടിക്കും, സെക്കൻഡ് പാർട്ടും കണ്ടുപിടിക്കും, തേർഡ് പാർട്ടും കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, മൊത്തം കാശ് എത്ര, 825. 825 എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ, 12, 12ഉം 16ഉം കൂടെ ആകുമ്പോൾ എത്രയാവും, 28. 28ഉം എത്രയാണ്, ഈ 27ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 55, 55. ഈ 55 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, 825 എന്ന് പറയുന്ന സാധനം. 55 യൂണിറ്റ് ആണ് 825 എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് പാർട്ട് എത്രയാണ് എന്നാണ് അറിയേണ്ടത് അല്ലേ. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 55ന്റെ നമുക്ക് എന്ത് ചെയ്യാം, 1 യൂണിറ്റ് കണ്ടുപിടിക്കാം അല്ലേ. 1 യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 യൂണിറ്റ് ഈക്വൽ ടു, അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകും, അതാണ് എളുപ്പം. 825നെ നമ്മൾ എത്ര കൊണ്ട് 50, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 55 കൊണ്ട് വെട്ടാം അല്ലേ. അപ്പോൾ ഒരു 55 ആയി എഴുതി. ബാക്കി എത്ര വരും, 12 ആകുമ്പോൾ 7 വരുന്നു. ഇവിടെ എത്രയാണ്, ഇവിടെ 6 ഉള്ളൂ, 175 ആണ് വരുന്നത്. 175നകത്ത് എത്ര 55 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 12നകത്ത് 7. ഓക്കെ, നമുക്കവിടെ ഉള്ളത് എത്രയാണ്, നമുക്കുള്ളത് 7 ആണ്. 7ൽ നിന്ന് 275 ആണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റിമൈൻഡർ എടുത്ത് മാറിപ്പോയി. 275, 275നകത്ത് എത്ര എന്തുണ്ട്, നമ്മുടെ 55 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എത്രയെന്ന് വരും, 5 എന്ന് വരും അല്ലേ. 555 അല്ലേ, എന്താണ് 250, എന്താണ് 75, 275. ഓക്കെ, അപ്പോൾ സോ 1 യൂണിറ്റ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടി, 15 ആണെന്ന് കിട്ടി. 1 യൂണിറ്റ് എത്രയെന്ന് കിട്ടി, 15 ആണെന്ന് കിട്ടി അല്ലേ. 1 യൂണിറ്റ് 15 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. 1 യൂണിറ്റ് 15 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി, ഫസ്റ്റ് പാർട്ട് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 12 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് ഈക്വൽ ടു 15 ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 12 യൂണിറ്റ് ആണ്. 12 × 15 നമ്മൾ ചെയ്യുന്നു. 12 × 15 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് പാർട്ട് കിട്ടും. എത്രയാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, 150, 180 എന്നായിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് പാർട്ട് 180 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്ത സെക്കൻഡ് പാർട്ട് എത്രയാണെന്ന് നോക്കാം. എന്താ സെക്കൻഡ് പാർട്ട്? സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 16 യൂണിറ്റ് ആണ്. 16 × 15 ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, 16 × 15 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 240 ആണ് അല്ലേ. എത്ര കിട്ടുന്നു, 240 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തേർഡ് പാർട്ട് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ പാർട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, 27 × 15 നമ്മൾ ചെയ്താൽ മതി. 27 × 15 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൂന്നാമത്തെ പാർട്ട് നമുക്ക് കിട്ടും അല്ലേ. മൂന്നാമത്തെ പാർട്ട് അപ്പോൾ എത്രയായിരിക്കും, 27 × 15 നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കി. നമുക്ക് എത്ര കിട്ടും, ഏത് 27 × 15 ചെയ്യുമ്പോൾ നമുക്ക് 405, 405 ആണ് വരുന്നത് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, ആൻസർ കറക്റ്റ് ആണോ നോക്കാം. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 5 എന്ന് കിട്ടി, ഇവിടെ 2 ആണ്, 1 4 825 റുപ്പീസ് ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തുവാ, ഇവിടെ നമുക്ക് എന്ത് മാത്രമേ ചോദിച്ചുള്ളൂ, എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് 180 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ഇഫ് 825 റുപ്പീസ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ് ഇൻ എ പ്രൊപ്പോർഷൻ ഓഫ് 1/3 ഈസ് ടു 4/9 ഈസ് ടു 3/4 എന്നാണ് തോന്നിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ then the first part will be, ഒന്നാമത്തെ പാർട്ട് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് ചോദിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. എന്താണ്, ഇതാണ് നമ്മുടെ റേഷ്യോ. ഈ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. ഫ്രാക്ഷനിൽ റേഷ്യോ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ നമ്പർ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്തു. നമ്മൾ ഈ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ്. LCM ഉപയോഗിച്ചാലും നമുക്ക് എന്ത് കിട്ടും, ഈ സെയിം ആൻസർ തന്നെ വരും. ഇപ്പോൾ 39 ഇതിന്റെ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും, 36 ആയിരിക്കും അല്ലേ. 36 ആണ് LCM ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. തോന്നുന്നതല്ല, അത് തന്നെയാണ് LCM കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, 36 × 1/3 ഈസ് ടു 36 × 4/9 ഈസ് ടു 36 × 3/4 കേട്ടോ.
3/4 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് 12 എന്ന് കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇടും നമുക്ക് 4 ആണ്. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇടും 9. ഓക്കെ, അപ്പോൾ എത്രയായിട്ട് റേഷ്യോ 12:16:18 തന്നെയാണ്, 27 തന്നെയാണ് എന്ത് വരുന്നത്, റേഷ്യോ ആയിട്ട് വരുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ്. LCM ഉപയോഗിച്ചാലും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് റേഷ്യോ കിട്ടും. ഇനി മൊത്തം കാശാണ് നമുക്ക് തന്നിരിക്കുന്നത്. മൊത്തം കാശ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആളിന് 12 യൂണിറ്റ് കൊടുക്കണം, രണ്ടാമത്തെ ആളിന് 16 യൂണിറ്റ് കൊടുക്കണം, മൂന്നാമത്തെ ആളിന് 27 യൂണിറ്റ് കൊടുക്കണം. മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടി, 55 യൂണിറ്റ് ആണ് കിട്ടിയത്. ആ 55 ആണ് നമുക്ക് തന്നിരിക്കുന്ന 825 റുപ്പീസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ 55 യൂണിറ്റ് 825 റുപ്പീസ് ആണെങ്കിൽ സോ 1 യൂണിറ്റ് എത്രയെന്ന് കിട്ടി, 15 എന്ന് കിട്ടി. 1 യൂണിറ്റ് 15 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി, ഫസ്റ്റ് പാർട്ട് എന്താണ്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എത്ര യൂണിറ്റാ, 12 യൂണിറ്റ് ആണ്. 12 യൂണിറ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 12 യൂണിറ്റ് എത്ര ഇടും, 12 × 15 = 180 ആണ് ഇവിടുത്തെ ആൻസർ. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഞാൻ ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. മിക്കവാറും എക്സാംസിനൊക്കെ ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഫോർത്ത് പ്രപ്പോർഷൻ എന്നും തേർഡ് പ്രപ്പോർഷൻ എന്നും മീൻ പ്രപ്പോർഷൻ എന്നൊക്കെ നിങ്ങൾ നോർമൽ കേസിൽ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഞാനൊരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ സ്ക്രീനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് കൺസെപ്റ്റുകൾ പറയും. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കൺസെപ്റ്റിലാണ് എല്ലാ സാധനത്തിനെയും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഈ തേർഡ് പ്രപ്പോർഷൻ ആവട്ടെ, ഫോർത്ത് പ്രപ്പോർഷൻ ആവട്ടെ, അതല്ല ഇനി മീൻ പ്രപ്പോർഷൻ ആവട്ടെ, ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്ന കൺസെപ്റ്റ് നിങ്ങൾ സെറ്റാക്കുക എന്നുള്ളതാണ്, അതാണ് വേണ്ടിയത് അല്ലേ. അപ്പം ഞാൻ എന്താണെന്ന് പറയാമല്ലോ. ഒന്ന് എന്താ നമ്മളെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഈ സ്ക്രീനിൽ മൊത്തത്തിൽ പറയും, ക്ലിയർ ചെയ്തില്ല. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൺസെപ്റ്റ് ഇതാണ്. ഇപ്പോൾ A:B എന്ന് പറയുന്ന ഫ്രാക്ഷനും അതുപോലെ തന്നെ C:D എന്ന് പറയുന്ന ഫ്രാക്ഷനും ഈക്വൽ ആണെന്ന് പറയുന്നു. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ A:B എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് A/B ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ C:D എന്ന് പറയുമ്പോൾ അത് C/D ആണ്. ഇവരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, AD = BC എന്ന് കിട്ടണം. അതായത് A:B എന്ന് പറയുന്ന ഫ്രാക്ഷനും A:B എന്ന് പറയുന്ന റേഷ്യോയും C:D എന്ന് പറയുന്ന റേഷ്യോയും ആ രണ്ട് അംശബന്ധങ്ങൾ ഈക്വൽ ആണ് എങ്കിൽ എന്ത് ചെയ്യണം, AD = BCക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ്, ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ A:B = C:D ആണ് എങ്കിൽ ഞാൻ പറയുന്നു ഈ പുറത്തുള്ള രണ്ടുപേരും ഈ അകത്തുള്ള രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, ഈക്വൽ വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, AD = BC ആയിരിക്കണം. ഈ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ എന്ത് പറയാൻ പോകുന്നത്, മീൻ പ്രപ്പോർഷനെയും തേർഡ് പ്രപ്പോർഷനെയും ഫോർത്ത് പ്രപ്പോർഷൻ എല്ലാം പറയാൻ പോകുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യത്തെ കേസിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഇത് എന്താണ്, ഇതിലാണ് ബേസ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, A:B = C:D ആണ് എങ്കിൽ എന്താണ്, അതെങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ശരിക്കുള്ള റൂൾ പ്രകാരം A/B = C/D ക്രോസ് ചെയ്തു AD = BC എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ അല്ലാതെ എങ്ങനെ പറഞ്ഞു, ഈ പുറത്തുള്ള രണ്ട് നമ്പേഴ്സും അതുപോലെ തന്നെ ഈ അകത്തുള്ള രണ്ട് നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടും അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് AD = BC ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം നമുക്ക് എന്ത് പറയാം, നമുക്ക് ഫോർത്ത് പ്രപ്പോർഷൻ പറയാം. ഫോർത്ത് പ്രപ്പോർഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിലേക്ക് വരാം. അപ്പം ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയാണ് A-B-C ആർ പ്രപ്പോർഷണൽ. എയും ബിയും സിയും എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ആണ് എങ്കിൽ, എയും ബിയും സിയും പ്രപ്പോർഷണൽ ആണ് എങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഫോർത്ത് പ്രപ്പോർഷൻ. ഫൈൻഡ് ഇറ്റ്സ് ഫോർത്ത് പ്രപ്പോർഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫോർത്ത് പ്രപ്പോർഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നാലാം അനുപാതം എന്നാണ് കറക്റ്റ് മലയാളം. ഓക്കെ, നാലാം അനുപാതം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിങ്ങനെ പറയാം. അപ്പം നോക്കട്ടെ, ABC എന്ന് പറയുന്നത് പ്രപ്പോർഷനിലാണ്. അപ്പം നമുക്ക് എന്താ പറയാം, AB, അടുത്തത് C, നാലാമനെ നമുക്ക് വേണം. ഞാൻ അവൻ എന്ത് കൊടുത്തു,
എക്സ് എന്ന് കൊടുത്തു. ക്ലിയർ ആണോ? എനിക്ക് ആരെയാണോ വേണ്ടിയത്, ഏത് പൊസിഷനിലാണോ എനിക്ക് വേണ്ടിയത്, അവിടെ ഞാൻ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. ഇപ്പൊ എന്തായി? എ ബി സി എക്സ് ആർ പ്രപ്പോർഷണൽ. എക്സ് ഈസ് ദ ഫോർത്ത് പ്രപ്പോർഷൻ. എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സാധനം ഇവർ പ്രപ്പോർഷണൽ ആണ് എങ്കിൽ എന്ത് സംഭവിക്കണം? എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു എക്സ് ആയിരിക്കണം. എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു എക്സ് ആയിരിക്കണം. ഇവർ പ്രപ്പോർഷൻ ആണെങ്കിൽ ഇതായിരിക്കണം ഇതിന് വരേണ്ട റൂള്. അപ്പോൾ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു എക്സ് ആയിരിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചു എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. എന്താണ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എ എക്സ് ദെൻ ബി സി. ഇതെങ്ങനെയാ വന്നത്? നമ്മളിതാ ഈ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. എ എക്സ് ഈക്വൽ ടു ബി സി എന്ന് കിട്ടി. ഇനി ഞാൻ എന്താണ് എനിക്ക് വേണ്ടിയത്? ഫോർത്ത് പ്രപ്പോർഷൻ എക്സ് ആണ് വേണ്ടിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ബി സി ബൈ എ എന്ന് എഴുതിയപ്പോ എനിക്ക് എന്ത് കിട്ടി? ഫോർത്ത് പ്രപ്പോർഷൻ കിട്ടി. ഇതൊന്നും ഈ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കണ്ട. ഇതെങ്ങനെയാണ് ചെയ്തത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫോർത്ത് പൊസിഷനിൽ ആരെ കൊടുക്കുക? എക്സിനെ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? നമ്മൾ ഫോർത്ത് പ്രപ്പോർഷൻ ആണ് ചെയ്തത്. ഫോർത്ത് പ്രപ്പോർഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ കണ്ടുപിടിച്ചത് എ ബി സി ആർ പ്രപ്പോർഷണൽ. എയും ബിയും സിയും പ്രപ്പോർഷണൽ ആണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എ ബി സിന്റെ എക്സിന്റെ കൂടെ ഞാൻ എന്തിനേയും കൂടി അടിച്ചു കൊടുത്തു? എക്സിനെ കൂടി വെച്ചു കൊടുത്തു. ഇനി എന്താ അതിന്റെ കൺസെപ്റ്റ്? എ ബി സി എക്സ് ആർ പ്രപ്പോർഷണൽ ആണ് എങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു എക്സ് ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യാം? എ എക്സ് ഈക്വൽ ടു ബി സി എന്ന് പറയാം. എ എന്ത് ചെയ്തു? ഇപ്പുറത്ത് വന്നു. എക്സ് ഈക്വൽ ടു ബി സി ബൈ എ എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുന്നു. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 1 2 then 4 are proportional. 1 2 4 are proportional. Find its fourth proportion. ഇതിന്റെ നാലാമത്തെ പ്രപ്പോർഷൻ എന്താണ് എന്ന് ചോദിക്കുന്നു. 1 2 4 എക്സ് ആർ പ്രപ്പോർഷണൽ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1:2 ഈക്വൽ ടു 4:x ആയിരിക്കും. എന്ത് ചെയ്യാം? 1 into x എക്സ് ഈക്വൽ ടു 2 into 4 ആണ്. എക്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? 8 എന്ന് കിട്ടി. ദിസ് ഈസ് ദ ഫോർത്ത് പ്രപ്പോർഷൻ. സെറ്റ് ആണേ? യെസ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഫോർത്ത് പ്രപ്പോർഷൻ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനി ഒരുപാടെണ്ണം ഉണ്ടല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് 2-3 ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും നമ്മൾ പറയണമല്ലോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് പ്രപ്പോർഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. തേർഡ് പ്രപ്പോർഷൻ, മൂന്നാം അനുപാതം. ഓക്കെ, എന്ത് പറയുന്നു? തേർഡ് പ്രപ്പോർഷൻ. ഓക്കെ, തേർഡ് പ്രപ്പോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ ബി ആർ പ്രപ്പോർഷണൽ. എയും ബിയും എന്താണ്? പ്രപ്പോർഷണൽ ആണ്. ഫൈൻഡ് ഇറ്റ്സ് തേർഡ് പ്രപ്പോർഷൻ. 2 നമ്പർ പ്രപ്പോർഷൻ ആണെങ്കിൽ അതിന്റെ തേർഡ് പ്രപ്പോർഷൻ എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പൊസിഷനിൽ ആരെ ഇട്ട് കൊടുക്കുക? എക്സിനെ അങ്ങോട്ട് കൊടുക്കുക. മൂന്നാമത്തെ പൊസിഷനിൽ ആരെ കൊടുത്തു? എക്സിനെ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ എ ബി ആർ പ്രപ്പോർഷണൽ എങ്കിൽ മൂന്നാമതവനായിട്ട് ആരെ കൊടുത്തു? എക്സിനെ ഞാൻ എന്ത് ചെയ്തു? കൊടുത്തു. ഇനി നമുക്ക് ഈ സെയിം കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു എക്സ്. അതായത് എയും ബിയും തമ്മിൽ എന്ത് പ്രപ്പോർഷൻ ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേ പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം ആർക്ക്? ബിയിനും എക്സിനും വേണ്ടിയത്. അപ്പോൾ എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു എക്സ് എന്ന് പറഞ്ഞു. സെറ്റായി. അപ്പൊ തേർഡ് പ്രപ്പോർഷൻ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ എക്സിനെ എവിടെ ഇട്ട് കൊടുക്കുക? മൂന്നാമത് പ്ലേസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എ ബി ആർ പ്രപ്പോർഷൻ ആണെങ്കിൽ തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എക്സ് അടിച്ചു കൊടുത്തു. എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു എക്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് കേട്ടോ. എയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇനി എനിക്ക് വേണ്ടത് എ എക്സ് ആണ് അല്ലേ? എ എക്സ് ആണ് വേണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എനെ എടുത്ത് പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ എന്തായി? ബി സ്ക്വയർ ബൈ എ ഈക്വൽ ടു എക്സ്. സോ ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ. ബി സ്ക്വയറിനെ എന്തുകൊണ്ട്? എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂവിനെ സ്ക്വയർ എടുത്ത് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് പ്രപ്പോർഷൻ കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താ നമ്മുടെ എക്സാമ്പിൾ? നോക്ക്, ഇതാണ് അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട, ഇതെങ്ങനെ എത്തി എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു 2, 3 ആർ പ്രപ്പോർഷണൽ, 2, 3 എന്താണ് പ്രപ്പോർഷണൽ ആണ് എങ്കിൽ ഇതിന്റെ തേർഡ് പ്രപ്പോർഷൻ എന്താണ് എന്ന് ചോദിക്കുന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തതായിട്ട് എന്തിനെ അടിച്ചു കൊടുക്കും? എക്സിനെ അടിച്ചു കൊടുക്കും അല്ലെ. ഇനി എന്ത് ചെയ്യും? 2:3 ഈക്വൽ ടു 3:x ആണ്. അപ്പൊ എന്ത് ചെയ്യും? 2x ഈക്വൽ ടു 9 ആണ്. സോ x ഈക്വൽ ടു 9/2 4.5 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? 4.5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. എന്തിനെ കിട്ടിയിരിക്കുന്നത്? നമ്മുടെ തേർഡ് പ്രപ്പോർഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഇവിടെ ആദ്യം എന്ത് പറഞ്ഞു? ഇതിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്, ഇതിൽ നിന്ന് ഇതിലേക്ക് വന്നു. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് പ്രപ്പോർഷൻ എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിലാണ് ആരെ കൊടുക്കേണ്ടത്? എക്സിനെ കൊടുക്കേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി നോക്ക്, അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ മീൻ പ്രപ്പോർഷൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? സംസാരിക്കാൻ പോകുന്നത്. മീൻ പ്രപ്പോർഷൻ. മീൻ പ്രപ്പോർഷനെ പറ്റിയാണ് അടുത്ത ഞാൻ സംസാരിക്കുന്നത്. മീൻ പ്രപ്പോർഷൻ എന്താണ്? മീൻ പ്രപ്പോർഷൻ എന്ന് നമുക്ക് നോക്കാം. മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ ബി ആർ പ്രപ്പോർഷണൽ, എയും ബിയും പ്രപ്പോർഷണൽ ആണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് മീൻ പ്രപ്പോർഷൻ. അതിന്റെ മീൻ പ്രപ്പോർഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മീൻ പ്രപ്പോർഷൻ ചോദിക്കുന്നു എന്താണ്? എ എക്സ് ബി എന്തടിച്ചു കൊടുത്തു? മീൻ പ്രപ്പോർഷൻ ചോദിച്ചപ്പോ അരിത്തമെറ്റിക് മീൻ മീൻസ് മീൻ എന്ന് പറയുമ്പോൾ ആവറേജ് ആണ്. അപ്പൊ നമ്മൾ മിഡിൽ വാല്യൂ ആണ് എന്ന് പറയുന്നത്. എക്സ് എവിടെയാ? മിഡിൽ അടിച്ചു കൊടുത്തു, മധ്യഭാഗത്തായിട്ട് അടിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? a:x ഈക്വൽ ടു x:b ആയിരിക്കണം. ദാറ്റ് മീൻസ് x into x square AB. That means x equal to root of AB. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീൻ പ്രപ്പോർഷൻ കിട്ടും. ഇപ്പോ ഞാൻ പറയുന്നു, നോക്ക, 2 ഉണ്ട് 8 ഉണ്ട്, 2ഉം 8ഉം, 2ഉം ഉണ്ട് 8ഉം ഉണ്ട്. ഫൈൻഡ് ഇറ്റ്സ് മീൻ പ്രപ്പോർഷൻ. അതിന്റെ മീൻ പ്രപ്പോർഷൻ എന്താണ്? ഫൈൻഡ് ഇറ്റ്സ് മീൻ പ്രപ്പോർഷൻ. മീൻ പ്രപ്പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മധ്യഭാഗത്തായിട്ട് എക്സിനെ അടിച്ചു കൊടുക്കണം. അപ്പൊ 2x 8 എന്ന് കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 2:x ഈക്വൽ ടു x:8. എന്ത് ചെയ്യുന്നു? x സ്ക്വയർ ഈക്വൽ ടു 8 into 2 ആണ്. ദാറ്റ് മീൻസ് x ഈക്വൽ ടു റൂട്ട് ഓഫ് 8 into 2 ആണ്. അപ്പൊ എത്ര കിട്ടും? റൂട്ട് 16 കിട്ടും. നമുക്ക് എത്ര കിട്ടി? ഇറ്റ്സ് മീൻ പ്രപ്പോർഷൻ ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് മൊത്തം പറഞ്ഞിരിക്കുന്നത്. ആദ്യം a:b ഈക്വൽ ടു c:d എന്താണെന്ന് പറഞ്ഞു. ദെൻ a, b, c ആർ പ്രപ്പോർഷണൽ എങ്കിൽ അതിന്റെ ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് തേർഡ് പ്രപ്പോർഷൻ ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് മീൻ പ്രപ്പോർഷൻ ആണ്. ആ 3 സാധനങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇത് അതായത് ഈ ഇക്വേഷൻ ഞാൻ ഒന്നും കാണാതെ പഠിക്കാൻ ഞാൻ പറയില്ല. x ഈക്വൽ ടു bc/a എന്നൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, പറയാൻ പാടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സമയത്ത് ഈ സാധനം ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരാതിരിക്കാം. ഈ ഇക്വേഷൻ സാധാരണ നമ്മൾ ഇക്വേഷൻ മാത്രമേ പറയുള്ളൂ. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ മീൻ പ്രപ്പോർഷൻ ഒരു ഇക്വേഷൻ, ഫോർത്ത് പ്രപ്പോർഷൻ ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ എന്താണ് തേർഡ് പ്രപ്പോർഷൻ വേറൊരു ഇക്വേഷൻ. അത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓരോ ഇക്വേഷനും പഠിക്കുന്ന ബുദ്ധിമുട്ടാണ്. കൺസെപ്റ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്ക്, വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ മീൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ 3 + √5 and 15 - √125 ഈസ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഈ മീൻ പ്രപ്പോർഷനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് തേർഡ് പ്രപ്പോർഷനും ഫോർത്ത് പ്രപ്പോർഷനും ഒന്നും ഈസി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ നമ്പർ സിസ്റ്റത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കൺസെപ്റ്റുകൾ കൂടി ഞാൻ ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് മീൻ പ്രപ്പോർഷൻ ആണ് വേണ്ടത്. മീൻ പ്രപ്പോർഷൻ 2 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കണം, ഇക്വേഷൻ നമുക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ. ഇപ്പൊ എനിക്കിപ്പോ നമ്മളിപ്പോ എന്താണ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ വരുമെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇക്വേഷൻ നമ്മൾ അറിയില്ല എന്ന് തന്നെ വിചാരിക്കുക. ഇക്വേഷൻ നമുക്ക് അറിയില്ല, മീൻ പ്രപ്പോർഷൻ ഇക്വേഷൻ നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചോളൂ.
അങ്ങനെ അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മീൻ പ്രൊപ്പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര പേരെ തന്നിട്ടുണ്ട്? 2 പേരെ തന്നിട്ടുണ്ട് അല്ലേ? 2 പേരെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ ABR പ്രൊപ്പോർഷണൽ ആണ് എങ്കിൽ അതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് AXB ആയിരിക്കും എന്ന് നമുക്കറിയാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, A:X = X:B ആണ്. സോ X² = AB ആണ്, X = √AB ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് മനസ്സിൽ വെച്ചു. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വേണ്ടത്? എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് A, ഇതാണ് B എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? √AB ആണല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പയ്യ റൂട്ടിനകത്ത് എഴുതുകയാണ് √AB. A എന്ന് പറഞ്ഞാൽ 3 + √5 ആണേ. ഞാൻ അത് ആദ്യം എഴുതി. ഓക്കെ. ഇനി എന്താ B എന്ന് പറഞ്ഞാൽ? B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 - √125 ആണ്. ഞാൻ എന്ത് എഴുതി? B എഴുതി. ഇങ്ങനെ ഇട്ടിരുന്ന ആൻസർ ആവോ? ഇല്ല. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. കാര്യം നോക്കുക, ഇതെന്തിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഓൾജിബ്രയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നു, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ചോദിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ 3 + √5 ഇതിനെ ഈ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? 3 + √5 കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമുക്കറിയാമോ? എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. ഒരു മാർഗം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഈ 15 നിന്നും ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ. ഇപ്പം എനിക്കുള്ളത് 15 - √125 എന്ന് പറയുന്നതാണ് ഉള്ളത് അല്ലേ. ഞാൻ ഇത് ബ്രാക്കറ്റിനകത്താണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ബ്രാക്കറ്റിനകത്ത് അവിടെ കിടക്കട്ടെ. ഞാൻ 15 നിന്നും √25 നിന്നും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് 5 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും രണ്ടിൽ നിന്നും 5 എങ്ങനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കും എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ഇപ്പോൾ നോക്ക്, 15 ഞാൻ 15 ആയിട്ട് എഴുതി. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √5 × 25 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 5 × 25 എന്ന് എനിക്ക് എഴുതാൻ പറ്റൂലേ? എഴുതാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത്രയും സിമ്പിളായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സെറ്റ് ആവണോ എന്ന് നമുക്ക് നോക്കണം. അടുത്തത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു? 15 എഴുതി. അടുത്തത് ഈ 5 × 25 എന്ന് പറയുമ്പോൾ √5 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25നെ എനിക്ക് റൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. 25നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് റൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് 5 ആണ്. ബാക്കി ഇനി എന്തേ ഉള്ളൂ? √5 ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഇതുവരെ ക്ലിയർ ആണേ? അപ്പോൾ ഇനി ഞാൻ ഇതൊരു നമ്പർ, ഇതിൽ നിന്നും 5 ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? കോമൺ ആയിട്ട് വലിച്ചെടുക്കാൻ പോവാണ്. രണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? 5നെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. 5നെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ളത് 3 - √5 ആണ്. √5 ആണുള്ളത് അല്ലേ. നോക്ക് 5 × 3 15, 5 × √5 5 √5. കണ്ടാ, നേരത്തെ പോലെ ഇതിലോട്ട് മാറും. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്നും 5 എടുത്തു. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 5 എടുക്കുന്നു. 5 ചുമ്മാ ഞാൻ എടുക്കുക എന്ന് പറയുന്നതല്ല, ഡിവൈഡ് ചെയ്താണ് എടുക്കുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് എടുക്കുന്നത്. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ 5 പുറത്തിട്ടു. ഇനി എന്ത് ചെയ്തു? 5 × 3 ചെയ്തു. ഇതെന്താ മനസ്സിലാക്കുന്നത്? 5 × 3 ചെയ്യണം, 5 × √5 ചെയ്യണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനിയാണ് നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. ഞാൻ എന്ത് ചെയ്തു? 3 + √5 ഇട്ടു. അടുത്തതിൽ ഞാൻ എന്ത് ചെയ്തു? 5 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്, 5 ഇട്ടു. ബ്രാക്കറ്റിനകത്ത് വീണ്ടും വരുന്നു 3 - √5, അതും എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ്, വീണ്ടും അടുത്ത സ്റ്റെപ്പ് നോക്കൂ. ഞാനൊരു കാര്യം ചെയ്യാമേ. ഈ 5നെ ആദ്യം എഴുതാം. പിന്നെ ബുദ്ധിമുട്ടുണ്ടോ നോക്കേ. 5 ആദ്യം കിടക്കട്ടെ. എവിടെ കിടന്നാലും മൾട്ടിപ്ലിക്കേഷനിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 5നെ ഞാൻ ആദ്യം എഴുതി. ബാക്കി എനിക്ക് എന്തൊക്കെയുണ്ട്? 3 + √5 ഉണ്ട്, 3 - √5 ഉണ്ട്. നിങ്ങൾ ഈ സാധനം എവിടെയോ കണ്ടിട്ടുണ്ട്. 3 + √5 എന്ന് പറയുന്നത് 3 + √5 ആണ് കേട്ടോ. 3 + √5ഉം അതുപോലെ തന്നെ 3 - √5ഉം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കണ്ടിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് A + B × A - B കിടക്കുന്ന സാധനമാണ്. A + B × A - B. എന്താ A + B × A - B എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട് A² - B² ആണ്. A² - B² ആണ്. A + B × A - B എന്ന് പറഞ്ഞാൽ A² - B² എന്ന് പഠിച്ചു. ഇതാ വീണ്ടും ഓർത്തിരിക്കുക. A + B × A - B ആണ് എങ്കിൽ A² - B² അല്ലേ. ഇത് A + B × A - B ആണ്. ഇത് A ആണ്, ഇത് B ആണ്. ഇത് A ആണ്, ഇത് B ആണ്. അപ്പോൾ A + B × A - B. A രണ്ട് സ്ഥലത്ത് ഒരേ വാല്യൂ ആണല്ലേ.
അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് തന്നെ ഇട്ടു, 5 ഇട്ടു. ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലോട്ട് മാറ്റാൻ പോകുന്നു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലോട്ട് മാറ്റണം. എ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ മൈനസ് ബിന്റെ സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ √5ന്റെ സ്ക്വയർ. ക്ലിയർ ആണേ? അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും √5 എഴുതി. ഇനി 3ന്റെ സ്ക്വയർ നമുക്കറിയാം, 3ന്റെ സ്ക്വയർ എത്രയാണ്, അത് 9 ആണ്, 9 എഴുതി. √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √25, അത് ഓപ്പൺ ചെയ്യുമ്പോൾ എത്രയും കിട്ടും, 5 എന്ന് കിട്ടി, അത് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും ലാസ്റ്റ് സ്റ്റെപ്പാണ് 5 × 9 - 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 4 എന്ന് കിട്ടും. ആൻസർ കിട്ടി √20 എന്ന് കിട്ടി. √20 ആണ് എന്ന് പറയുന്നത് ഇതിന്റെ തേർഡ് പ്രപ്പോർഷൻ, ഇതിന്റെ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് √20 ആണ്. ഓക്കെ ആണോ നോക്കി, √20 ആണ് എനിക്ക് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞത്, √20 എന്നാണ് ആൻസറിലേക്ക് വരാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണോ നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഒന്നുകൂടെ ഞാൻ ഓടിച്ചു പറയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ √20 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √20 നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഈ 4 ഓപ്പൺ ചെയ്ത് 2√5 എന്ന് വേണമെങ്കിലും എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഓടിച്ചു പറയാം. അപ്പം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലേ. ദ മീൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ 3 + √5 ആൻഡ് 15 മൈനസ് √125 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എയും ബിയും പ്രപ്പോർഷനിലാണ് എങ്കിൽ മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ AXB ആണെന്ന് നമുക്കറിയാം. അപ്പോൾ A:x = x:b ആണ്. സോ x² = AB ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ x = √AB എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, x = √AB ആണെന്ന് നമുക്കറിയാം. അപ്പോൾ √A എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് 3 + 5 ആണ്. എന്ത് 5 ആണ്, √5 ആണ് എഴുതി. അടുത്തത് എന്താണ്, 15 മൈനസ് √125 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻറ്റു ചെയ്തതിന് ശേഷം നമ്മൾ റൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, മിൻ പ്രപ്പോർഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ഈ കാണുന്ന 3 + √5 എന്ത് ചെയ്തു, അതുപോലെ എഴുതി. ഈ മോഡൽ ഇതിനെ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. 15 അതുപോലെ തന്നെ √125. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 15 അതുപോലെ എഴുതിയിട്ട് √125നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √125 എന്ന് പറഞ്ഞാൽ √5 × 5 ആണ്. 2 5നെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഓപ്പൺ ചെയ്ത് 5√5 എന്ന് എഴുതാൻ പറ്റും കേട്ടോ. 5√5 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഞാൻ എന്ത് എഴുതി, ഇതിനെ ഞാൻ 5√5 എന്ന് എഴുതി. ഓക്കെ, √3 + √5 എഴുതിയതിന് ശേഷം 5നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് എടുക്കാൻ പോകുന്നു. 5നെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ബാക്കിയുള്ളത് എന്തുവാ, 3 - √5 ആണുള്ളത് അല്ലേ. 3 - √5 ഞാൻ എന്ത് എഴുതി, അതുപോലെ എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ, √5നെ ഞാൻ ഇവിടെ എഴുതി വെച്ചു. ബാക്കിയുള്ളത് 3 + √5 എഴുതി. പിന്നെ എന്ത് എഴുതു, 3 - √5 എഴുതി. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ ആയിരിക്കാൻ പോകുന്നത്. എന്തുവാ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം A² - B² എന്ന് പറയുന്ന സാധനം എന്തുവാ, A + B × A - B ആണ്. നിങ്ങൾ വേറെ A² - B² തമ്മിൽ അതുപോലെ ഇതാണെന്ന് വിചാരിച്ചാലേ A - B² എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇത് രണ്ടും. ഓക്കെ, A - B² എന്ന് പറഞ്ഞാൽ എന്താണ്, A² - 2AB + B² ആണ് എന്നുള്ളത് ഓർത്തോണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, √5 × ഇത് A + B × A - B യിലാണ് കിടക്കുന്നത്. A + B × A - B എന്ന് പറഞ്ഞാൽ എന്തുവാ, A² - B². A² എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ മൈനസ് B² എന്ന് പറഞ്ഞാൽ √5ന്റെ സ്ക്വയർ, √5ന്റെ സ്ക്വയർ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് √5 × ഇവിടെ 9 കിട്ടി, √5ന്റെ സ്ക്വയർ എത്രയാണ്, 5. സോ ആൻസർ 5 × 4. നമുക്ക് 4നെ ഓപ്പൺ ചെയ്യുമ്പോൾ 2, മറ്റൊന്ന് കിട്ടും 5. 2√5 എന്നോ അല്ലെങ്കിൽ √20 എന്നോ ആയിരിക്കും ആൻസർ വരുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. മിക്കവാറും എന്തായിരിക്കും, 2√5 ആയിരിക്കും കൂടുതലും ആൻസർ വരാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2√5 എന്ന് കിട്ടി. ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.